ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മളിവിടെ ഒരു വയലിൽ പോവുക. പക്ഷേ വെള്ളമൊന്നുമില്ല, ചെറിയൊരു തോടാ. അപ്പോൾ ഇത് കാണാൻ നമ്മൾ നേരത്തെ കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനകത്ത് പോകുന്നത് അതിൽ ചേട്ടൻ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത് എന്തോത്തിനകത്തായിരുന്നു, കാളയ്ക്കകത്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് എന്നെ അറിയുന്നവർ മാത്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന്. ചുമ്മാ ഇരിക്കുമല്ലേ, പിന്നെ എനിക്ക് വ്ളോഗ് ഇടാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു കുത്തനെ ഒരു ഇറക്കുക. അതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. നമ്മൾക്ക് വീട് ഇതുകൊണ്ട് അവിടെ കാണാൻ പറ്റുമോ എന്തോ, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഇറങ്ങാൻ ഇച്ചിരി പാടാ. ഇത് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കി വ്ളോഗ് എടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞങ്ങൾ തലയും കുത്തി മൂക്കും കുത്തിയൊക്കെ വീഴും. ഓക്കെ ഗൈസ്, താഴെ ഇറങ്ങിയിട്ട് ബാക്കി വ്ളോഗ്. കണ്ടോ, ഇതുപോലത്തെ ഉള്ള കുഞ്ഞാണ്ടി വഴികളൊക്കെയാണ്. അത് മാത്രമല്ല, അല്ലാണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. 2 കമ്പും പിടിച്ചാൽ ആണെങ്കിൽ അവിടെ കിടക്കുകയും ചെയ്യുക. ഈ താഴെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ആ പൊക്ക ഞാൻ കാണിച്ചു തരാം. വേണ്ട, വീണ് ഇറങ്ങി എടുത്തുകൊണ്ടുണ്ടോ. നല്ല, എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്കകത്ത് കാണുന്നേക്കാട്ടിലും നേരിട്ട് കാണുമ്പോഴേ ഇത് നല്ല കുത്തനെയുള്ള ഇറക്കോട്ടോ. അതുകൊണ്ടോ ഒരു കാട്ടും പ്രദേശം. ഹലോ ഗൈസ്, അപ്പം ഇവർ കൊണ്ടുവന്ന തോട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ആ തോട് കണ്ട ഞാനും ഞെട്ടി ആദ്യം. പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എൻ്റെ വ്ളോഗല്ലേ എന്ന് വിചാരിച്ച്. അപ്പം നിങ്ങൾക്ക് ആ തോട് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവരുടെ തോട്. ഈ കാണുന്നു. ഈ വെള്ളമില്ലാത്ത തോട്ടിലേക്കാണ് കൊണ്ടില്ല 3 എണ്ണം എന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഒരു തുള്ളി വെള്ളമില്ല. മുമ്പഴത്തെ വട്ടം നമ്മളിവിടെ വന്നപ്പോൾ ഇച്ചിരി മഴയായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിനകത്ത് കളിക്കാനും. എന്ന് വെച്ചാൽ നമ്മളല്ല, ലീയൊക്കെ പിന്നെ ഇവർ മീനൊക്കെ പിടിക്കുമായിരുന്നു. അന്നേരം നല്ല രസമുണ്ടായിരുന്നു. ഞാനുണ്ടോ ചാടി വരുന്നത്? ഇത്രയും ഒരു അഹങ്കാരം പിടിച്ച ലീയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ അഴുക്ക് വെള്ളത്തിൽ പോയി ചാടിയേക്കുന്നു. അതും വെറും ചെളി അഴുക്കും പിടിച്ചത്. അതിൻ്റെ കളർ തന്നെ നോക്കുതാണ്ട് ഇവരെല്ലാം ആണോ ചാടി പോവുക. കണ്ടോ ആ ലീ അവിടെ നിന്ന് ചെയ്യുന്ന പരിപാടിയൊക്കെ കണ്ടോ? കൂടെ പറ. കണ്ടോ ആ ലീയുടെ ദേഹം നോക്ക്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നടന്നു പോവാണ്. ഇവിടെയൊക്കെ തോട് കുറച്ച് തോടുകൾ പോലെ. അതിൻ്റെ ഇടയ്ക്ക് കുറേ റബ്ബറും ഒക്കെ നിൽപ്പുണ്ട്. അതാണ്ട് ഇവിടുത്തെ വെള്ളം കണ്ടോ, എനിക്ക് കാണാൻ തോന്നുന്നു. എന്തൊരു അഴുക്ക് നിൽക്കുമോ. ഈ തോട് കാണിക്കാനാണ് ഈ തോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും വിളിച്ചുകൊണ്ട് വന്നത് ഈ ഉറങ്ങേണ്ട സമയത്ത്. ബോറടിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി ബോറടിക്കുന്നെന്ന് പറഞ്ഞു. ഇതിന്റെ മുകളിലാണ് റോഡ്. ഇത് ഇവിടം വരല്ല, അതിന് മുകളിലോട്ട് റബ്ബർ, അത് കഴിഞ്ഞ റോഡ്. ഇതിന് മുകളിലോട്ട്. ഇത് ഭയങ്കര കുത്തനായിട്ടുള്ള. ഇതിനകത്തുനിന്ന് ഒരാൾ വീണ ഇങ്ങനെ ഉരുണ്ട് ഇല്ല സിനിമയ്ക്കകത്തൊക്കെ കാണത്തില്ലേ, അതുപോലെ ഉരുണ്ട് പോയി വീഴും. അത്ര പൊക്കമൊക്കെ ഉണ്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാവുണ്ട്. കാവ് എനിക്ക് ഷൂട്ട് ചെയ്യാമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം കാവല്ലേ, ചിലപ്പോൾ ഷൂട്ട് ചെയ്താൽ എന്ത് ദോഷമല്ലേ. എന്നാലും ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് അവിടെ ഒരു വീട് പോലെ കണ്ടില്ലേ, ഇതുകൊണ്ട് ഇത് ഷീറ്റിട്ടെ, അതാണ് കാവ്. ഇവിടെ പൂജയൊക്കെ ചെയ്യുന്ന കാവാ. അപ്പം നമുക്ക് ഇവരെവിടാ പോയി എൻഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ കാണാൻ പറ്റും. വീണുണ്ടോ നമ്മുടെ മൈ ബോസ് സിനിമയ്ക്കകത്ത് പോലെ വയലിൽ കൂടെ വരുന്ന പോലെ അതുപോലെ വരുന്നത്. അതെ, അത് മാത്രമല്ല പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ. ശരിയാ. അപ്പം നമുക്ക് ഇതിൻ്റെ എൻഡിങ് എവിടാന്ന് പോയി നോക്കാം. ഓക്കെ, വേണ്ട ഈ വഴിയൊന്നും ആരും കാണാത്ത വഴികളാണെന്ന് പറഞ്ഞ അങ്കിൾ ചേട്ടൻ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുകയാണ്. പണ്ട് എന്തോ ഈ മരത്തിൻ്റെ പ്രത്യേകത? ഇതാണ് മരം. പടാ മണ്ട. ഇത്രയൊരു മണ്ടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളൂ ഗൈസ്. ഇതാണ് ഞാൻ മുടി കെട്ടി വെച്ച്. കാര്യം എന്ന് വിചാരിച്ചാൽ ഈ കാട്ടൻ പ്രദേശത്തോടു കൂടി മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പോയ മുടി കണ്ണു കെട്ട് മുടി ആകെ അലങ്കോലമാവും. സോ വെളിച്ചം വന്നാരും കാണണ്ടേ. കണ്ടോ, അഖിൽ ചേട്ടൻ വീണെ പാളയിൽ വലിക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലിയ പെട്ടെന്നുണ്ടോ നീങ്ങുന്നില്ലയോ, സ്പീഡ് വരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലിയ. ഓ, വീണയുടെ എക്സ്പ്രഷൻ എന്താണ് വീണേ? ആ കാട്ടിൽ നിന്ന് എഴുന്നേക്ക്.
ഞാൻ വരത്തില്ല ചേട്ടാ, ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാ. മുമ്പത്തേട്ടാ എന്നെ തള്ളിയിട്ട്. ലീ ആണെങ്കിൽ താഴെ നിന്ന് നമ്മളെ ഇങ്ങനെ നോക്കുമായിരുന്നു. നിങ്ങളാരും വരുന്നില്ലേ, ഞാൻ ഇവിടെ നിൽക്കുക എന്നുള്ള മട്ടിൽ നോക്കുമായിരുന്നു. ഭയങ്കര കോമഡി ആയിരുന്നു അന്നത്തെ ദിവസത്തെ. അടുത്ത ആൾ കയറാൻ പോകുന്നു ഗൈസ്. എന്തെങ്കിലും സംഭവിക്കില്ല, എടുത്തെന്തായാലും വീഡിയോ ഓഫ് ചെയ്യരുത്. ഒന്നെങ്കിൽ മരം ഇടിഞ്ഞു വീഴും, അല്ലെങ്കിൽ അയൽച്ചേട്ടൻ വീഴും. അയൽച്ചേട്ടാ നമ്മുടെ പ്രശ്നമാണ്. രണ്ടളിയന്മാരും കൂടി ഇല്ല കുരങ്ങന്മാരെ പോലെ പിടിച്ചങ്ങ് കയറുമായിരുന്നു മുകളിലോട്ട്. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ദൈവമേ വീഴുമോന്ന്. പിന്നെ മനസ്സിലായി, വളരെ എളുപ്പത്തിൽ അവർ കയറിപ്പോയി. പിന്നാണ് അതിൻ്റെ ട്വിസ്റ്റ് വന്നത്. എന്ന് വെച്ചാൽ ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. ലീ ആണെങ്കിൽ അവിടെ കിടന്ന് കിയോ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു അതിനെ കൊണ്ടുപോകാനത്. അൽച്ചേട്ടനാണെങ്കിൽ അതിനകത്തൊരു വള്ളി പിടിച്ചിങ്ങനെ ഇറങ്ങുമായിരുന്നു. ഇതിൽ കുരങ്ങന്മാരിങ്ങനെ ചാടി ഇറങ്ങത്തില്ലേ, അതുപോലെ ഇറങ്ങുമായിരുന്നു. നമുക്കൊക്കെ ചിരി വന്ന് നമ്മളവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സൂപ്പർ അയ്യോ ഇത് സൂം ആവട്ടെ. ഒരു മിനിറ്റ് പതുക്കറങ്ങണേ, അത് പിടിക്കല്ലേ പിടിക്കുന്നേ മണ്ണാകുന്നേ. ഇതെല്ലാം ഒപ്പിക്കാനാ ചേട്ടൻ. ഇവരുടെ വിജയം സാഹസികം എക്സ്പ്രഷൻ ക്യൂൻ ക്യാച്ച് പിടിക്കാൻ പോകുന്ന അളിയൻ. രണ്ടുപേരോട് കേറാൻ നിന്നെ മണ്ട കേറണോ? ആദ്യം ഒരാള് കേറ്. തൂക്ക് മരം കയറി എന്നെ പോന്ന നോക്ക്. വീണു വീണു. അമ്മമ്മ ഏതാണ് കാണണം, അമ്മൂപ്പത്തുണ്ട് അവിടെ. അയ്യേ വീണ വണ്ടി കയറുന്നേ ഉള്ളു. വീണ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. സർക്കസ് വീണ ഇവിടെ ഇവിടെ പാമ്പുള്ളാതെ. ലിയ അടുത്ത ആൾ കയറാൻ വേണ്ടി ലിയ നീ കൊണ്ടാ പോടി. മുള്ളാണോ? ആ നോക്കട്ടെ. മിഞ്ചിയെല്ലാം കളയി പോയി കാണും ഉപ്പിന്റെ. അതാ നീ അന്തം വിട്ട് കുന്തം നോക്കി നിൽക്കുന്നു. വാ ഇറങ്ങി വാ. നീ വീണോട്ട് ചാടി, ഞാൻ ക്യാച്ച് പിടിക്കാം. പോയി അപ്പുറത്തെ പിടി. അപ്പുറത്തെ പിടി. ആ അതന്നെ നമ്മുടെ വീട്ടിൽ സഫാരി TV ചാനലിനകത്ത് കൊടുക്കാം. അഡ്വഞ്ചർ സഞ്ചാരം. നീ നോക്കണേ, ഇന്ന് വീണുള്ള പരിപാടി. അയ്യോ ഇത് നാളെ കിടത്താര്. ആ വീണ അത് വീണ മനസ്സിൽ അനാവശ്യമായിട്ട് പ്രോത്സാഹനം കൊടുക്കും. ഞാനാണ് മൗഗിള് ചാടി വീണ് പൊതമണി ചാടി വീണ പോഞ്ഞ്. ഇവിടെ നിൽക്കുന്ന കാകളെല്ലാം പിരിച്ച് തിന്നുവാണ് ഗായ്സ്. ഇവര് വിശക്കായാണോ എന്നൊന്നും അറിയത്തേയില്ല. തിന്നരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിന്നും, ഞങ്ങൾ എത്ര വർഷമായിട്ട് കാട്ടി കിടന്ന് വളരുന്നവരാ എന്ന് പറയും. അതുകൊണ്ട് തിന്നുക. അതുകൊണ്ട് വരുന്നുണ്ട് 3 എണ്ണം കൂടെ കാട്ടി കിടക്കുന്നതും തിന്ന്, അതും തിന്ന്, ഇതും തിന്ന്. ഓ അതുകൊണ്ട് വരുന്നുണ്ട് ഓടി. ഗൈസ് അപ്പം നമ്മൾ പോവാണ് തിരിച്ച് ബാക്ക് ടു ഹോം. എനിക്ക് വേറെ ബോറടിക്കുന്നു ഗൈസ് ഇവരുടെ കൂടെ നടന്നിട്ട്. ഇവർ കാട്ടി കണ്ടതും അതും ഇതും ഒക്കെ പിച്ചി തിന്നുകയൊക്കെ ചെയ്യും. ഞാൻ എന്തോ ചെയ്യാനാ, എൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്തുവാ വ്ളോഗ് എടുക്കുന്നത്, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ. എനിക്ക് ഭയങ്കര ബോറാ ഗൈസ്. ഈ ലിയ എൻ്റെ ഫ്രണ്ടിൽ നടക്കുക, എന്നിട്ട് എനിക്ക് സ്ഥലം തരുന്നോ അതും ഇല്ല നടക്കാൻ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ അങ്ങ് നിൽക്കുക. കണ്ടോ നിന്നുണ്ടോ മാജിക്. ആ ഓ ഇത്രയും ശക്തിമാൻ. ഓ ലിയയുടെ കുഴപ്പമൊക്കെ അതുണ്ടോ അങ്കാരം പിടിച്ചത്. ആ കണ്ടോ വെള്ളത്തിൽ ചാടി മീശ പിടിക്കാൻ പോയതാ. നീ എങ്ങനെ അതിനകത്ത് ഇറങ്ങി? ആണ്ട് ഈ വഴി ഇറങ്ങി. കണ്ടോ കേറിപ്പോന്നുണ്ടോ? തിരിച്ചെങ്ങനെ കേറും? ആണ്ട കേറി. അല്ല ഇങ്ങോട്ട് എങ്ങനെ കയറും? ആ വഴി കയറി. ആ ശരിയാ, അതായിരിക്കും. ഈ ഇലയില്
ഇത് കണ്ടോ ഗൈസ്, ഈ ഇലയിലാണ് ബീഡി ഉണ്ടാക്കുന്നത് എന്നാണ് സുബിൻ പറയുന്നത്. എന്നോട് ആര് പറഞ്ഞു? ആ ഇതെങ്ങനെ എങ്ങനെ അറിയാം? ഈ ഇല പറിച്ച് ഉണക്കും. ഇതെങ്ങാണ്ട് എന്തോന്ന് കൃഷി എങ്ങനെ അറിയാന്ന് പറ. ടീലിയതാണ്ട് വീണ ഇവിടെ നിന്ന് വഴി പറഞ്ഞു കൊടുക്കുവാണ് 2 കമ്പ് പിടിച്ച്. എന്നിട്ടും അഹങ്കാരം കാരണം താണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടോ. തോണ്ട് പോന്നു അഖിൽ ചേട്ടനും വീണയും വഴി പറഞ്ഞു കൊടുക്കുമ്പോ അത് തെക്കോട്ട് പോകുന്നു. അതാ കുത്തി വരുന്നുണ്ടോ, വിറവ് കുത്തി. അമ്മൂമ്മക്ക് വിറവും കൊണ്ട് വരുവോ, വിറവ് കുത്തി. എന്ത് കാട്ടിൽ പോയിട്ട് വരുന്നുണ്ടോ വിറവ്? അണ്ട് സുബിൻ ആ കാട്ടിൽ നിന്ന് എന്തൊക്കെയോ പറിക്കുന്നു. എന്തോ മുള്ള്, കാത് കുത്താനുള്ള മുള്ളോ ഒക്കെ പറിക്കുവാണ്. പറിച്ചിട്ട് അഖിൽച്ചേട്ടന് കാത് കുത്തി കൊടുക്കാനാന്ന് തോന്നുന്നു, അതോ വീണയ്ക്കോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. കാര്യം നമ്മൾ കാട്ടിലൊക്കെ പോയി തിരിച്ചു വരുവാണ്. ആണ്ട് ഈ വിറവ് കുത്തിയും ഉണ്ട്. 2 വിറവ് കിട്ടി അമ്മൂമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സ്നേഹമുള്ള കൊച്ചുമക്കൾ എടുത്തിട്ട് വന്നു. രണ്ട് എടുത്തോണ്ട് വരുവാണ്. നമ്മളെവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പറയത്തില്ലേ, പിന്നെ എന്തെങ്കിലും മാറ്റം പാവം എൻ്റെ അമ്മൂമ്മ എന്നെ കാത്തിരിക്കുക ഈ വിറവിന്. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ എൻഡിങ് ആവാൻ പോവാം. ഇത് വലിയ വീഡിയോ ആവരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ, പക്ഷെ വലിയ വീഡിയോ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ ഒരു 5 മിനിറ്റിൽ ഇത് ഒതുക്കി കാണുമായിരിക്കും. ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമോയെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഇതിനകത്ത് കുറേ ചളികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യല്ല മൊത്തം. അതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യാന്ന് അറിയത്തില്ല. അഥവാ പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ അഖിൽച്ചേട്ടൻ പറഞ്ഞു പോസ്റ്റ് ചെയ്യണേന്ന്. ഓക്കെ, പോസ്റ്റ് ചെയ്യാമെന്ന. ഓക്കെ ഗായ്സ്, അറിയാമോ അവരുടെ സാഹസികം. അതാ ഇവരുടെ സാഹസികമുണ്ട്, പിന്നെ ഞങ്ങളുടെ സാഹസികവും അതിഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.